ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ലക്ഷ്മണ സാന്ത്വനം. വത്സ സൗമിത്രേ കുമാരാനീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിങ്ങളുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളത്. നിങ്ങളസാധ്യമായൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കണേ. ദൃശ്യമായുള്ളൊരു രാജദേഹാദി വിശ്വവും വിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായതിനെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്കലേ. വന്ധ്യ സന്തപ്തലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്ഥമാദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനേ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമം. ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനം പുനരദ്ഭുതം. സ്വപ്നസമാനം കളത്ത സുഖം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കേ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവനഗര സമമതി മൂഖന്മാർ നിത്യമനുവർത്തിച്ചേടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേനയാദപ്പതി മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നയും ഭാസ്കരം. യുദ്ധം മതിഭ്രമമുള്ളോരോ ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമൂടു ജരാനരയും കൊണ്ടു ചേർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീല മായതൻ വൈഭവം. ഇപ്പോളിതു പകൽ പിൽപ്പാടു രാത്രിയും
പിൽപ്പാടു പിന്നെ പകലുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു ഗൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമേശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാമുസമാനമായി സുടൻ കോമതേതും ധരിക്കുന്നതില്ലാതുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാധിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠോഹമെന്നാൽ വേദിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തുവെണ്ണീരാ ചമഞ്ഞു പോയിടില്ല. മണ്ണിനു കീഴായി കൃമികളായി പോകില്ല. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വന്മാംസരക്താസ്ത്യവിന്മൂത്രരതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളുന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിഞ്ഞു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികയെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കതീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ജ്ഞാനായതാത്മാവെന്നു മോഹൈകഹംക്രിയായുള്ളതു വിദ്യതേ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകി വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു അറിയുക. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതേ ക്രോധമറികടോ. മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികേ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ. സന്താപമെന്നാലൊരു ജാതി വരാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത
മേലെ വസിപ്പതാത്മാവുകേ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിരം സർവത്രമീശ്വരം സർവദം ചേതസി ഭാവിച്ചു കൊള്ളുക. സാരജ്ഞനായ നീക്കേ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർണായമാചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിനും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളകനേ മാനമല്ലോ പരമാപദമാസ്പദം. വനയാത്രയ്ക്ക് അനുമതി തേടുന്നു. സൗമിത്രി തന്നോടെ വണ്ണവരും ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുകൊണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനം എന്നുള്ളിരിച്ചയെന്നാൽ അതിനിച്ഛയെന്നുറച്ചിടണമമ്മയും. ഭർത്തൃകർമാനുകരണമത്രേ പാതിവ്രത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോദാലനുവദിച്ചിടുകേ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാഴിടുകേ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദാന്തികേ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസിഹിച്ചേതാദരാലൂർഭി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരുന്നീടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ഞ പത്മാസനം പുഷ്ടദയാധേ പുരുഷോത്തമഹരേ മൃത്യുഞ്ജയ മഹാദേവാ ഗൗരീപതേ വൃത്താരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി
സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമൂഹമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം തുടർന്നുടൻ. 7 സംവത്സരം കാനനെ വസിച്ചാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിങ്ങളുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ. മോദാനദിനായനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രാദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിരേനാഗതുല്യവദനാരകുപദേ. എങ്കിൽ നീ പോന്നു കൊണ്ടാലുവെന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിത ഉത്ഥാനവും ചെയ്തു. കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞേടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങോപമവല്ലഭ ഗൗരാതപത്രവും കാലബന്ധാതിയും ചാമരദുന്ദവും വാചഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതേ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജും മമ പുണ്യം വരുത്തുവാൻ സാധനവികളോ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചു വാടിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രരോടിത്തമാഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളമാശ്രയുണ്ടല്ലോ ഭവാനേ പിതാവിനും. എന്തിരിക്കെ വനരാജ്യം തരുവതേനിതു തോന്നിയിടുവാനെന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടു മിന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രബോധാനിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്വീ കുലമൗലിവാനികെ കേൾക്കനീ. മന്നവൻ കേകയ പുത്രിയാമമ്മയ്ക്കു
മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ. വിന്നവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശുവരവും കൊടുത്തിതു താതൻ, അതുകൊണ്ടു ഞാനിങ്ങു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിന്മേതും മുടക്കം പറകൊല്ല, മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്വ നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാധാശശിമുഖി താനുമരുൾ ചെയ്തു. മുന്നിൽ നടത്തൻ വനത്തിനു ഞാൻ, മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഹിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം. കാകുസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിടിനാൻ. എങ്ങനെ നിങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവ്യാഘ്രസൂകരസൈരിഹ വാരണവ്യാളഭല്ലൂകവൃകാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവത്തെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ. മൂലഫലങ്ങൾ കട്വംല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തക്ക. നിർമ്മല വ്യഞ്ജനാഭൂപാനപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും. നിന്നോന്നത ഗുഹാദക്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ഠക വൃന്ദവും. നേരെ പെരുവഴിയുമറിയാമതല്ലാരെയും കാണാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാതാതപപീഡയും പരമാ പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കും അറികടോ. എന്നോടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനെ ഒരു സംശയം. ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ പതിവ്രതയാൻ ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ലതയാനിധേ പാദശുശ്രൂഷാവ്രതം മുടക്കായിടമേ. നിങ്ങളുടെ സന്നിധവും സങ്കടം വാണിടുമെന്നെ മറ്റാർക്കാലും പീഡിച്ചു പോടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും
പുഷ്പാസരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പമാണുപമാനീ വെളിഞ്ഞിടൊല. ഏതുമേ പീഡയുണ്ടാകയില്ല മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിദ്വിജം ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമേതും. യുദ്ധം കുറൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിനിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലവും കവിവര രാമോരമോടു പറഞ്ഞു കേൾക്കുന്നു ഞാൻ. ജാനകിയോടുകൂടാ തിരക്കുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. ആണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം കാലാവസാന കാലത്തും തിരിയുമോ. എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിലായി കൊണ്ടെഴുന്നള്ളുകെ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിൻ തിരുവടി തന്നാടേ. എന്നിങ്ങനെ ദേവി ചൊന്നതോ കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ കോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാതിഭൂഷണമുക്തവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരൻ. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയാകുളമാതരാൽ സദുവൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവശരവും ചെയ്തിരു താപസന്മാരും ദ്വിജന്മാരും. പെയ്തു പെയ്തീടുന്നിതശ്രൂകണങ്ങളും ജാനകി ദേവിയുമൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമുറ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ
പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനമീ വന്ന് മുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികത്തെ മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേവരൻ രാഘവൻ കാമദേവോപമൻ കാമരൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാമലംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടക നിന്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലോ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാക്കുമിന്നലെയോളവും ഇങ്ങിതു തോന്നുവാനെന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും ഏകയപുത്രിക്കു രണ്ടു വരന്ന് പരകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകണമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവമരുൾ ചെയ്തിരുന്നേരം രാമസീതാതത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായി ദാരുണേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിരുവിനേവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായകനന്ദൻ ജനകജാലക്ഷ്മീ ഭഗവതി ലോകമായ പരാ മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിരാത്മാപരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി
പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം കൊണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യനജൻ പരമാത്മാവു സാദരൻ. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാഥോനിധിമഥനെ പണ്ടു മന്ദരൻ പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു കൃഷ്ണേഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ധൃഷ്ടിയായി തെറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചത് കാരണപുരുഷനാകുമീ രാഘവൻ. നിർഘാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപു തൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രനാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാ ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളാൽ ജനിച്ചൊരു ധാത്രീപതികുലനാശം വരുത്തുവാൻ ധാത്രീ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നിരിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത്ത വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കും നിതിന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാലവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ
ഇന്നു വിഷാദം കളവിലെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായാലുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനാനന്ദപൂർണനനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥനായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം ആപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസ ശ്രേഷ്ഠനും മോദാനെഴുന്നള്ളി. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ.